DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായ വാർത്ത വന്നിരിക്കുകയാണ്. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന തീയതി മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തെക്കുറിച്ചും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരണമോ എന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യ ക്ഷേമ പെൻഷന്റെ ഭാഗമല്ലെന്നും കഴിഞ്ഞ സർക്കാർ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് തുടങ്ങിയതാണ് ഈ പദ്ധതിയെന്നും സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുന്നതിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല എന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരമുള്ള സുപ്രധാന വാഗ്ദാനമായ പെൻഷൻ തുക 3000 രൂപയായി വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും VD സതീശൻ നിയമസഭയെ അറിയിച്ചു. ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പരിശോധിക്കും. അനർഹർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടോ എന്ന് വിശദമായ പരിശോധനയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അർഹരായ ആളുകൾ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടാതെ പുറത്ത് നിൽക്കുന്നുണ്ടോ എന്നും പരിശോധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ജൂൺ മാസത്തെ പെൻഷൻ തുകയായ 2000 രൂപയുടെ വിതരണം ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവ് നാളെ ഇറങ്ങുമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചിരിക്കുന്നത്. പെൻഷൻ തുകയുടെ വിതരണം ജൂൺ 24 ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. നാളെ ജൂൺ 23 ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി സംസ്ഥാന സർക്കാർ കടമെടുപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ട് കൂടി എത്തിക്കഴിയുമ്പോൾ ബുധനാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നതാണ്. ജൂൺ 24 ബുധനാഴ്ച ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്കായിരിക്കും തുക ലഭിക്കുക. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം 1-2 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക. അതായത് വെള്ളിയാഴ്ച മുതലൊക്കെ ആയിരിക്കും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുക. ഗുണഭോക്താക്കളുടെ ലിസ്റ്റും തുകയും എത്തിക്കഴിഞ്ഞാൽ മാത്രമേ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കാൻ സാധിക്കൂ. ജൂൺ 25 വ്യാഴാഴ്ച മുഹറം അവധിയായതിനാൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം വ്യാഴാഴ്ച മുതൽ തന്നെ ആരംഭിക്കുവാനാണ് സാധ്യത. ഇനി പെൻഷനിൽ കേന്ദ്രവിഹിതമായ 200, 300, 500 എന്നീ തുകകൾ ലഭിക്കുന്നവർക്ക് ആ തുക കുറഞ്ഞ് 1500, 1700, 1800 എന്നീ തുകകളായിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് ആദ്യ ഘട്ടത്തിൽ എത്തിച്ചേരുക. പിന്നീട് നിശ്ചിത ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം PFMS സംവിധാനം വഴി ഈ കേന്ദ്ര തുകയും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തും. എന്തായാലും ജൂൺ മാസത്തെ പെൻഷൻ വിതരണം 24-ാം തീയതി മുതൽ ആരംഭിക്കുമെന്ന സന്തോഷ വാർത്ത സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ജൂൺ 30-നകം സമർപ്പിക്കണം. അതോടൊപ്പം ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ഗുണഭോക്താക്കളും വരുമാന രേഖ ജൂൺ 30-നകം സമർപ്പിക്കണം. അല്ലാത്തപക്ഷം ജൂലൈ മുതൽ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.